We are discussing about economic environment, economic factors which influence the business environment. They are growth strategy, economic system, economic planning, industry, per capita income and national income, human resource, agriculture. These factors already discussed. Today we will discuss about infrastructure, economic conditions, financial and fiscal policies, price and distribution controls. Price and distribution control. First we will discuss about infrastructure. What is infrastructure? Infrastructure is very important element in considering whether to market in a country or not. ഒരു കൺട്രിയിലെ മാർക്കറ്റിൽ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഒരു ഇമ്പോർട്ടൻ്റ് എലിമെൻ്റ് ആയിട്ടാണ് നിലകൊള്ളുന്നത്. അത് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ട്രാൻസ്പോർട്ടേഷൻ ഈസ് വിറ്റൽ. ആ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടെങ്കിൽ നല്ല ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ രാജ്യത്തിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ ഗുഡ്സ് കമ്മോഡിറ്റീസ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പോസിബിൾ ആവുകയുള്ളൂ. നമ്മുടെ വിതൗട്ട് ബീയിങ് ആബിൾ ടു ഗെറ്റ് പ്രൊഡ്യൂസ് ടു പോയിന്റ് ഓഫ് എക്സ്പോർട്ടേഷൻ പോയിന്റിലേക്ക് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, എത്തിക്കാൻ കഴിയില്ല. കൺട്രീസ് വിൽ സഫർ പുവർ എക്സ്പോർട്ട് പെർഫോമൻസ്. അതുകൊണ്ട് തന്നെ കൺട്രീസ് പലപ്പോഴും എക്സ്പോർട്ട് പെർഫോമൻസിൽ പുവറായിട്ടുള്ളത് കാണിക്കാൻ കാരണം ഇൻഫ്രാസ്ട്രക്ചറിലുള്ള പരാജയമാണ്. എനർജി കൺസപ്ഷൻ ഷോസ് ടു ഓവറോൾ ഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് സൊസൈറ്റി എസ് ഡസ് ഇറ്റ് ഈസ് ഇൻഫ്രാസ്ട്രക്ചർ. എനർജി കൺസപ്ഷൻ കാര്യം എടുത്തു നോക്കി കഴിഞ്ഞാലും അതും ഇൻഫ്രാസ്ട്രക്ചറായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എനർജി, അതായത് ലെസ് എനർജി ഈസ് കൺസ്യൂംഡ് ദ ലെസ് ലൈക്ലി ദി ഡെവലപ്മെൻറ്റ് ഓഫ് മാർക്കറ്റ് റിസൾട്ടിങ് ഇൻ ആൻ നോട്ട് ടു അട്രാക്റ്റീവ് മാർക്കറ്റ് പ്രൊപ്പോസൽ. അത് ലെസ് എനർജി യൂസ് ചെയ്യാനുള്ള സംവിധാനം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ എനർജി ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ അത് നമ്മുടെ പ്രൊഡക്ഷനെ ബാധിക്കുന്നുള്ളതാണ്. ഇതിന് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്താണ്, എസെൻഷ്യലാണ്. ഇന്ത്യ ഹാസ് ഓൺലി സം 10 million ടെലിഫോൺസ് ടു പോപ്പുലേഷൻ ഓഫ് 1 billion പീപ്പിൾ. ഇന്ത്യയുടെ ഒരു പോരായ്മ പറയുന്നത് 10 billion ടെലിഫോൺസ് ആയിരുന്നു ഒരു കാലത്ത് ഉണ്ടായിരുന്നത് 1 billion പീപ്പിളിന്. അതായത് ഇന്ത്യയുടെ കമ്മ്യൂണിക്കേഷൻ രംഗത്തുള്ളൊരു പോരായ്മയായിട്ട് ചൂണ്ടിക്കാട്ടിയിരുന്നു. അപ്പോൾ അത് മാറ്റമുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എന്തായിട്ടുണ്ട്, കമ്മ്യൂണിക്കേഷൻ രംഗത്ത് നമ്മുടെ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ വന്നതോടുകൂടി കമ്മ്യൂണിക്കേഷൻ രംഗത്ത് വലിയൊരു വിപ്ലവകരമായിട്ടുള്ള മാറ്റം സാധ്യമായിട്ടുണ്ട്. നെക്സ്റ്റ് റേഡിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ റേഡിയോയുടെ പോപ്പുലേഷനുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ റേഡിയോ ഇന്ന് ടെക്നോളജി അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഇല്ലാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. മറ്റ് മീഡിയാസ് എടുത്ത് നോക്കുകയാണ്. മറ്റ് മീഡിയയുടെ അവൈലബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. അത്തരത്തിൽ മീഡിയ അവൈലബിലിറ്റി റേഡിയോ, ടെലിവിഷന്, സാറ്റലൈറ്റ് ടെലിവിഷന്, ഇതൊക്കെ എന്താണ് നമ്മുടെ അതിലുള്ള ആക്സസ് ടു സാറ്റലൈറ്റ് ടെലിവിഷനൊക്കെ എന്താണ്, അതും നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. കൊമേഴ്സ്യൽ ഇൻഫ്രാസ്ട്രക്ചർ മറ്റൊന്നാണ്. കൊമേഴ്സ്യലായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് അതിൽ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഓൾസോ വിറ്റൽ ബാങ്ക്സ്, അക്കൗണ്ടൻസ്, അഡ്വർടൈസിങ് ഏജൻസീസ് ആൻഡ് അതർ സർവീസ്. വിതൗട്ട് ദീസ് ട്രാൻസാക്ഷൻ ഫെസിലിറ്റീസ് എക്സ്പോർട്ടിങ് കാനോട്ട് ടേക്ക് പ്ലേസ്. ഒന്നുമില്ലാതെ തന്നെ നമുക്ക് എക്സ്പോർട്ടിങ് എന്നുള്ളത് സാധിക്കില്ല, അല്ലെങ്കിൽ നമ്മുടെ ഗുഡ്സിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ എന്തില്ല, സാധിക്കില്ല എന്നുള്ളതാണ് അതിന് പറയുന്നത്. നെക്സ്റ്റ് അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ മീൻസ് ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, മീഡിയ ആൻഡ് അതർ കൊമേഴ്സ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്. കൊമേഴ്സ്യലായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസൊക്കെ ചേർന്നിട്ടുള്ളതാണ് എന്ത്, നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ,
കമേഴ്സ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഒക്കെ ചേർന്നതാണ്. എനർജി, ഇലക്ട്രിസിറ്റി ആയിക്കോട്ടെ, മറ്റുള്ള എനർജി സോഴ്സസ് ആയിക്കോട്ടെ, അതൊക്കെയും നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഭാഗമാണ്. നെക്സ്റ്റ് എക്കണോമിക് പോളിസീസ്. നമ്മൾ പറഞ്ഞതാണ് ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ പോളിസീസ്. അതിൽ ജനറലായിട്ട് പറയുകയാണെങ്കിൽ എക്കണോമിക് പോളിസീസ് എന്നാണ് നമ്മൾ പറയുന്നത്. അത് ബിസിനസ് എൻവയോൺമെൻറ്റ് ഈസ് ഓൾസോ എഫക്റ്റഡ് ബൈ എക്കണോമിക് പോളിസീസ് ഓഫ് ദി ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ എക്കണോമിക് പോളിസീസ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, വലിയ സ്വാധീനം ചെലുത്തുന്നതാണ്. ഇൻഡസ്ട്രിയൽ പോളിസി നമ്മളത് പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ലൈസൻസിങ് പോളിസി, മോണിറ്ററി പോളിസി, ഫിസിക്കൽ പോളിസി, അഗ്രികൾച്ചർ പോളിസി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള പോളിസി എന്തായിരിക്കും എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. പ്രൈസ് പോളിസി, അത് പ്രൈസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺട്രോൾ നമ്മൾ പറയും. ലേബർ പോളിസി ഉണ്ട്, എംപ്ലോയ്മെൻറ്റ് പോളിസി ഉണ്ട്, ഇങ്ങനെ ഒരുപാട് എക്കണോമിക് റിലേറ്റഡ് ആയിട്ടുള്ള പോളിസീസ് ഉണ്ട്. ഓൾ ഹാവ് ഇമ്പാക്റ്റ് ഓൺ എക്കണോമിക് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്. എക്കണോമിക് ആൻഡ് ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിനൊക്കെ ഇത് എന്ത് ചെയ്യുന്നത്, സാധിക്കുന്നത്. ഈ ദ പോളിസീസ് ആർ എഫക്റ്റീവ്, സ്യൂട്ടബിൾ, സ്ട്രോങ് ആൻഡ് പ്രോഗ്രസീവ് ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ട്രേഡ് ഇൻഡസ്ട്രീസ് ഈസ് ക്വയറ്റ് ഷുവർ. ഇത് നമ്മൾ നല്ലൊരു എഫക്റ്റീവ് ആണെങ്കിൽ, സ്യൂട്ടബിൾ ആണെങ്കിൽ, സ്ട്രോങ് ആണെങ്കിൽ, പ്രോഗ്രസീവ് ആണെങ്കിൽ അഗ്രികൾച്ചറിൻ്റെ, ഇൻഡസ്ട്രീസിൻ്റെ, ട്രേഡിൻ്റെ ഒക്കെ ഡെവലപ്മെൻറ്റ് സാധിക്കുമെന്നതാണ്. അത് ഗുഡ് പോളിസീസ് ഹെൽപ്പ് ഇൻ ഇൻക്രീസിങ് പ്രൊഡക്ഷൻ, ഇൻകം, സേവിങ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ക്യാപിറ്റൽ ഫോർമേഷൻ ആൻഡ് ബ്രിങ്ങിങ് അബൌട്ട് റാപ്പിഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദി കൺട്രി. നല്ലൊരു പോളിസീസ് ആണെങ്കിൽ നമ്മൾ പ്രൊഡക്ഷനിൽ ഇൻക്രീസ് ഉണ്ടാക്കും, ഇൻകത്തിലും, സേവിങ്സിലും, ഇൻവെസ്റ്റ്മെൻറ്റ്സിലും, ക്യാപിറ്റൽ ഫോർമേഷനിലൊക്കെ എന്തുണ്ടാക്കും, ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ്. However, the faulty policies results in creating obstacles in the way of economic development. Faulty policies അതിൽ അതേപോലെ തന്നെ ഒബ്സ്റ്റാക്കിൾസും ഉണ്ടാക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. Then monetary and fiscal policies. എന്താണ് മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ? that controls the volume of currency and credit in the country to achieve the desired objective. നമ്മൾ കൺട്രിയിൽ ഫ്ലോ ചെയ്യുന്ന മണിയുടെ, കറൻസിയുടെയും ക്രെഡിറ്റിൻ്റെയും വോളിയത്തിനെ കൺട്രോൾ ചെയ്യുന്ന പോളിസിയാണ് മോണിറ്ററി പോളിസി. നമ്മുടെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ദെൻ ഫിസിക്കൽ പോളിസി, മോണിറ്ററി പോളിസി. നമ്മൾ പറഞ്ഞു ബാങ്കിൻ്റെ ക്രെഡിറ്റ് ക്രിയേഷൻ, കറൻസിയുടെ ഒക്കെ വോളിയം, ഇത് കൺട്രോൾ ചെയ്യുന്നതാണ് എന്ത്, മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. നമുക്ക് ബൂം പീരീഡ് ഒക്കെ ഉണ്ടാവാം. ബൂം പീരീഡൊക്കെ നമ്മൾ എക്കണോമിക് സ്റ്റെബിലിറ്റി സസ്റ്റെയിൻഡ് ബൈ കൺട്രോളിങ് ഇൻഫ്ലേഷൻ. നമ്മൾ ഇൻഫ്ലേഷൻ എന്ത് ചെയ്യണോ, കൺട്രോൾ ചെയ്തുകൊണ്ട് എക്കണോമിക് സ്റ്റെബിലിറ്റി സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അത് ത്രൂ റെഡ്യൂസിങ് ദി വോളിയം ഓഫ് മണി ആൻഡ് ക്രെഡിറ്റ്. മണിയുടെ വോളിയം അതേപോലെ തന്നെ ക്രെഡിറ്റിൻ്റെ വോളിയം കുറച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാറ്, അത് നിയന്ത്രിക്കാറ്. അത് മോണിറ്ററി പോളിസിയുടെ ഭാഗമാണ്. അതേപോലെ ഓൺ ദി കോൺട്രറി, ഡ്യൂറിങ് ദി പീരീഡ്സ് ഓഫ് ഡിപ്രഷൻ്റെ പീരീഡിൽ മൊമെൻറ്റം ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഈസ് സ്പീഡ് അപ്പ് ബൈ ഇൻക്രീസിങ് വോളിയം ഓഫ് മണി ആൻഡ് ക്രെഡിറ്റ്. നമ്മൾ എക്കണോമിക് ഡെവലപ്മെൻറ്റ് കുറയുന്നൊരവസ്ഥ ഉണ്ടാവും. അതിന് എന്ത് ചെയ്യും, സ്പീഡപ്പ് ആക്കാൻ വേണ്ടി വോളിയം ഓഫ് മണിയും ക്രെഡിറ്റും എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുക. So monetary measures are adapted to safeguard the economy against trade cycles. ട്രേഡ് സൈക്കിൾസിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ എക്കണോമിയെ സേഫ് ഗാർഡ് ചെയ്യാൻ എടുക്കുന്ന മോണിറ്ററി മെഷേഴ്സാണ് മോണിറ്ററി പോളിസി എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ അടുത്തത് ഫിസിക്കൽ പോളിസി, മോണിറ്ററി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പോളിസീസ് എന്ന് പറയാം. ദെൻ ഫിസിക്കൽ പോളിസീസ്. ഫിസിക്കൽ പോളിസി FISCAL, ഫിസിക്കൽ എന്നാണ്. ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ റിലേറ്റിംഗ് ടു ബജറ്റ് എന്നുള്ള അർത്ഥമാണ്. ബജറ്റുമായി ബന്ധപ്പെട്ടതൊക്കെയാണ്. പ്ലേസ് എ വിറ്റൽ റോൾ ടു റൈസ് ഇൻകം ഫ്രം വേരിയസ് ടാക്സസ്. നമ്മുടെ പല വിധത്തിലുള്ള സോഴ്സസ് ഓഫ് ഇൻകത്തിൽ നിന്ന്, പല വിധത്തിലുള്ള ടാക്സസിൽ നിന്നുള്ള ഇൻകത്തിനെ റൈസ് ചെയ്യുന്നത് ഫിസിക്കൽ പോളിസിയിലൂടെയാണ്. വിച്ച് ഈസ് സ്പെൻഡ് ഫോർ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് ബൈ ദി ഗവൺമെൻറ്. അത് നമ്മൾ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റിയിൽ ആണ് സ്പെൻഡ് ചെയ്യുക. ഇത് സ്പെൻഡ് ചെയ്യുന്നതും അതേപോലെ ഈ ടാക്സ് കളക്ട് ചെയ്യുന്നതും ഒക്കെ തീരുമാനിക്കുന്നത് ഫിസിക്കൽ പോളിസീസാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ടാക്സേഷൻ പോളിസി, അതിൻ്റെ ഭാഗമാണ് എക്സ്പെൻഡിച്ചർ പോളിസി, പബ്ലിക് ഡെറ്റ് പോളിസി, ഗവൺമെൻറ് എടുക്കുന്ന ഡെറ്റ്, കടം, അതും എന്താണ് ഈ ഒരു ഫിസിക്കൽ പോളിസിയുടെ ഭാഗമാണ്.
പബ്ലിക് ഡെറ്റ് പോളിസി ഓഫ് ദി ഗവൺമെൻറ് അഫക്റ്റ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ഇതൊക്കെ ബിസിനസ് എൻവയോൺമെൻറ്റിനെ എന്ത് ചെയ്യുന്നു, ബാധിക്കുന്നുണ്ട്. സോ ദി ഗവൺമെൻറ് സ്റ്റോപ്സ് എക്സ്ട്രാവജൻസസ് ത്രൂ ഫിസിക്കൽ പോളിസി ആൻഡ് ഇൻവെസ്റ്റേഴ്സ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ഫോർ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ്. ഫിസിക്കൽ പോളിസീസിലൂടെ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, ടാക്സസ് ഒക്കെ കളക്ട് ചെയ്യുന്നു, അത് ഫിനാൻഷ്യൽ റിസോഴ്സസ് ഒക്കെ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നാണ്. ഇതിൻ്റെ പ്രോപ്പർ ബാലൻസ് ആൻഡ് കോർഡിനേഷൻ ബിറ്റ്വീൻ മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസി ഹെൽപ്സ് ഇൻ ഡെവലപ്മെൻറ്റ് ഓഫ് ദി എക്കണോമി. ഈ മോണിറ്ററി ഫിസിക്കൽ പോളിസിയുടെ ഒക്കെ ഒരു കോർഡിനേഷനും പ്രോപ്പറായിട്ടുള്ള ബാലൻസും നമ്മുടെ എക്കണോമി ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതിൽ എന്ത് ചെയ്യുന്നു, കാരണമാകുന്നു. ദെൻ എക്കണോമിക് കണ്ടീഷൻസ്. എക്കണോമിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്കണോമിക് കണ്ടീഷൻസ് ഓഫ് എനി കൺട്രി വിൽ ഡിറ്റർമിൻ ദി ബിസിനസ് എൻവയോൺമെൻറ്റ് ഓഫ് ദി കൺട്രി. ഏതൊരു രാജ്യത്തിൻ്റെയും എക്കണോമിക് കണ്ടീഷനാണ് അവിടുത്തെ രാജ്യത്തെ ബിസിനസ് എൻവയോൺമെൻറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നതെന്ന് പറയാം. ഇഫ് ദി എക്കണോമിക് കണ്ടീഷൻ ഈസ് ഗുഡ് ഇറ്റ് മേ ബി സെഡ് ദാറ്റ് എക്കണോമിക് എൻവയോൺമെൻറ്റ് ഈസ് ഗുഡ്. നമ്മൾ എക്കണോമിക് കണ്ടീഷൻ ഗുഡ് ആണെങ്കിൽ എക്കണോമിക് എൻവയോൺമെൻറ്റ് ഗുഡ് ആണെന്ന് പറയാം. അതർവൈസ് ഇറ്റ് ഈസ് ബാഡ്, അതല്ലെങ്കിൽ ബാഡാന്ന് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നാഷണൽ ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം പൊസിഷൻ, നാഷണൽ ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം അതിൽ എക്കണോമിക് കണ്ടീഷന് എഫക്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ എംപ്ലോയ്മെൻറ്റ് പൊസിഷൻ, അവൈലബിലിറ്റി ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിനൊക്കെ, ലിവിങ് സ്റ്റാൻഡേർഡ് ഓഫ് പീപ്പിൾ, ഇതൊക്കെ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, എക്കണോമിക് കണ്ടീഷനായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എക്കണോമിക് ലിവിങ് സ്റ്റാൻഡേർഡ് ഓഫ് പീപ്പിൾ ഓഫ് ദി കൺട്രി, റേറ്റ് ഓഫ് ക്യാപിറ്റൽ ഫോർമേഷൻ, ബാലൻസ് ഓഫ് ട്രേഡ്, സിറ്റുവേഷൻ ഓഫ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. ബാലൻസ് ഓഫ് ട്രേഡ്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇൻ്റർനാഷണൽ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എക്സ്ചേഞ്ച് റേറ്റ്, ഫോറിൻ കറൻസി റിസർവ്, ഇതൊക്കെ എക്കണോമിക് കണ്ടീഷനായി ബന്ധപ്പെടണം. ഇതൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് എക്കണോമിക് കണ്ടീഷനാണ്. ഇഫ് ദ ഇൻഡിക്കേറ്റേഴ്സ് ആർ ഫേവറബിൾ ദെൻ ദ ബിസിനസ് എൻവയോൺമെൻറ്റ് ദാറ്റ് കൺട്രി വിൽ ഓൾസോ ബി കൺഡ്യൂസീവ് ഫോർ ദി ഡെവലപ്മെൻറ്റ്. നമ്മൾ ഈ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഫേവറബിൾ ആണെങ്കിൽ ബിസിനസ് എൻവയോൺമെൻറ്റ് ഓഫ് ദി കൺട്രി ഇൻ ദാറ്റ് കൺട്രി വിൽ ഓൾസോ ബി കൺഡ്യൂസീവ് ഫോർ ദി ഡെവലപ്മെൻറ്റിന് വേണ്ടി അനുഗുണമായിട്ടുള്ള ഒന്നായി മാറുമെന്ന് പറയാം. ഇഫ് ദീസ് ഇൻഡിക്കേറ്റേഴ്സ് ആർ അഡ്വേഴ്സ്, ഇതൊക്കെ മോശമായിട്ടുള്ള അവസ്ഥയുണ്ടെങ്കിൽ ദെൻ ദി ബിസിനസ് എൻവയോൺമെൻറ്റ് വിൽ ബി അഡ്വേഴ്സ് ടു ഡെവലപ്മെൻറ്റ്. ഡെവലപ്മെൻറ്റിന് എന്താണ്, അതിന് ദോഷമായി മാറുമെന്നുള്ളതാണ്. ദെൻ എക്കണോമിക് കണ്ടീഷൻ റിലേറ്റഡ് ആയിട്ട് തന്നെ ഒന്നുകൂടി പറയാം. ഇൻ്റർനാഷണൽ എക്കണോമിക് കണ്ടീഷൻസും ഉണ്ട്, അതുപോലെ ഫോറിൻ എയ്ഡ്, ഫോറിൻ എക്കണോമിക് പോളിസി, ബാലൻസ് ഓഫ് ട്രേഡ്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. എക്സ്ചേഞ്ച് റേറ്റ്, ഇതൊക്കെ ബിസിനസ് എൻവയോൺമെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നു. അതുപോലെ ഫോറിൻ ട്രേഡ് പോളിസി, അതുപോലെ വിസിറ്റിംഗ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് റെപ്രസെൻറ്റേറ്റീവ്സ്, നമ്മുടെ ട്രേഡിൻ്റെയും കൊമേഴ്സിൻ്റെ ഒക്കെ റെപ്രസെൻറ്റേറ്റീവ്സ് നമ്മുടെ രാജ്യത്തൊക്കെ വിസിറ്റ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ബിസിനസ്സുമായി ബന്ധപ്പെട്ട എക്കണോമിക് കണ്ടീഷൻ എന്ത് ചെയ്യുന്നു, ഗുണവും ദോഷവും ചെയ്യുന്നുണ്ട്. നല്ലൊരു കോഡിയൽ ഇൻ്റർനാഷണൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് ഹെൽപ്പ് ഇൻ എക്കണോമിക് ആൻഡ് ടെക്നോളജിക്കൽ അഗ്രിമെൻറ്റ് വെച്ച് ഇത് ഇൻക്രീസിങ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, അതൊക്കെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്യുന്നതിനൊക്കെ കാരണമാകും. ദെൻ നെക്സ്റ്റ് പ്രൈസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കൺട്രോൾ. ഗവൺമെൻറ് കൺട്രോൾ ഓവർ പ്രൈസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. Government has significant role in regulating price and distribution to maintain smooth economy in nation. നമ്മുടെ രാജ്യത്തെ സ്മൂത്തായി എക്കണോമിയെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പ്രൈസും ഡിസ്ട്രിബ്യൂഷനും റെഗുലേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇറ്റ് ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ് ദാറ്റ് ഇഫ് ദർ ഈസ് ഗുഡ് പ്രൊഡക്ഷൻ, നല്ലൊരു പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ, ബട്ട് ഇറ്റ് ഹാസ് നോ വാല്യൂ when the goods produced are not delivered to the end users at the right time, in the right quantity and at the reasonable price. നമുക്ക് നല്ലൊരു പോളിസി ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക, നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടാകും, പക്ഷേ ആ പ്രൊഡക്ഷന് നല്ലൊരു വാല്യൂ നമുക്ക് കിട്ടില്ല. ആ വാല്യൂവിന് ഡെലിവറി ചെയ്യാൻ, നമുക്ക് കൺസ്യൂമേഴ്സ് ഡെലിവറി ചെയ്യാൻ കറക്റ്റ് സമയത്ത്, കറക്റ്റ് ടൈമിൽ, കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ, കറക്റ്റ് റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് വിതരണം ചെയ്യാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. In order to shield the interest of customers' interest എന്ത് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി the government has to set the price of product which is usually lower than the equilibrium price. equilibrium പ്രൈസിനേക്കാളും ലോവർ ആയിട്ട് എന്ത് ചെയ്യും, ഗവൺമെൻറ് പ്രൈസ് സെറ്റ് ചെയ്യും. Similarly, when there is a
പ്ലെൻഡസ് ക്രോപ്പ് ഓഫ് ഫുഡ് ഗ്രെയിൻസ്, നമുക്ക് ഒരുപാട് ഫുഡ് ഗ്രെയിൻസ് ഉണ്ടാവാം. ദ പ്രൈസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് ഈസ് ഡിറ്റർമിൻ അറ്റ് ലോവർ ലെവലിൽ ഡിറ്റർമിൻ ചെയ്യാം. At this price, the farmers are incapable to meet their cost of production. ആ സമയത്ത് കസ്റ്റമർ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള ഫാമേഴ്സ് അവർക്ക് അവരുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മീറ്റ് ചെയ്യാൻ കഴിയില്ല. Therefore, the agriculture starts seriously affected due very low rate കൊണ്ട് എന്ത് ചെയ്യപ്പെടാം, അവർക്ക് അത് എഫക്റ്റ് ചെയ്യുന്നു, സീരിയസ്ലി അവരെ എഫക്റ്റ് ചെയ്യുന്നത്. In such cases, the government fixes the price of good food grains which is higher than the equivalent price. അതായത് മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയും. ഈ മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ത് ചെയ്യുന്നു, ഗവൺമെൻറ് ഫിക്സ് ചെയ്യുന്നു ഇക്വിലിബ്രിയം പ്രൈസിനേക്കാളും ഹയർ ആയിട്ടുള്ള, ടു സപ്പോർട്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് പ്രൊഡ്യൂസേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് സ്പെഷ്യലി ദി ഗ്രോവേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള അഗ്രികൾച്ചർ ഫാമേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അഗ്രികൾച്ചറിൻ്റെ അല്ലെങ്കിൽ ഫാമേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു മിനിമം സപ്പോർട്ട് പ്രൈസ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു നിശ്ചയിക്കുന്നത്. ഗവൺമെൻറ് ക്യാൻ ഫിക്സ് ദി പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി ഐദർ ബിലോ ദി ഇക്വിലിബ്രിയം പ്രൈസ് ഓർ അബോവ് ദി ഇക്വിലിബ്രിയം പ്രൈസ്. Then next, it has been revealed in the management studies that government may interfere in competitive market due to various reasons. നമ്മുടെ കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ ഗവൺമെൻറ് ഇടപെടാനുള്ള കാരണം എന്താ, ഇക്വിലിബ്രിയം മാർക്കറ്റ് പ്രൈസ് മേ ബി ടു ലോ ഓർ ടു ഹൈ. ഒരുപാട് കൂടുതലും കുറയാനും പാടില്ല, ഒരുപാട് കൂടുതലും കുറവാനുള്ള സാധ്യതയുണ്ട്. ഗവൺമെൻറ് മേ വിഷ് ടു മൊബിലൈസ് സം ടാക്സ് റവന്യൂ. ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, ടാക്സ് റവന്യൂ മൊബിലൈസ് ചെയ്യുന്നുണ്ട്. പ്രൈസ് ഇൻ്റർവെൻഷൻ മേ ബി, രണ്ട് തരത്തിൽ പ്രൈസ് ഇൻ്റർവെൻഷൻ നടത്താറുണ്ട്. നമ്മൾ ഒന്ന് പ്രൈസ് സീലിംഗ് വെക്കലാണ്, രണ്ടാമത്തെ പ്രൈസ് ഫ്ലോറാണ്. Price factories in a free enterprise economy brings about best allocation of resources given certain assumptions. This perfect competition in both the product and factor market, perfect advisability of all resources and product, absence of direct interdependencies among producers and customers. In India, price controls has been one of the mechanisms in the functions of the government to accomplish economic objectives and to execute a 5-year plan. നമ്മുടെ എക്കണോമിക് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാണെന്ത്, ഈ പ്രൈസ് കൺട്രോൾ മെക്കാനിസം. അതുപോലെ തന്നെ നമ്മുടെ 5-year പ്ലാന് എക്സിക്യൂട്ട് ചെയ്യാനും വേണ്ടി അത് സഹായിക്കുന്നു. പ്രൈസ് കൺട്രോൾസ് ഹാവ് often been imposed as a part of high income policy package, also employing wage controls and other regulatory elements. നമ്മുടെ ഇൻകം പോളിസിയും അതുപോലെ തന്നെ വേജ് കൺട്രോളും മറ്റ് റെഗുലേറ്ററി എലിമെൻസിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ പ്രൈസ് കൺട്രോൾ നടത്തിയിരുന്നത്. പ്രൈസ് കൺട്രോൾസ് ഗവൺമെൻറ് യൂസ് ചെയ്യുന്നു. എക്കണോമിസ്റ്റ് യൂഷ്വലി ഡിസൈഡ് ദാറ്റ് പ്രൈസ് കൺട്രോൾ ഡു നോട്ട് അക്കംപ്ലിഷ് വാട്ട് ദേ ആർ പ്രൊപ്പോസ് ടു ഡു. നമുക്ക് എന്താണോ ആ ഒരു പ്രൈസ് കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് നേടാൻ സാധിക്കില്ല എന്നാണ് ചില എക്കണോമിസ്റ്റുകളൊക്കെ പറയുന്നത്. നമ്മുടെ പ്രൈസ് കൺട്രോളിന് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താ, ടു പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി സസെപ്റ്റബിൾ സെക്ഷൻസ് ഓഫ് കസ്റ്റമേഴ്സ് ഗിവൺ ദി ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ ഇൻകം ഡിസ്ട്രിബ്യൂഷനിൽ എന്ത് ചെയ്യുക, കസ്റ്റമേഴ്സ് സസെപ്റ്റബിൾ ആയിട്ടുള്ള സെക്ഷൻസ് ഓഫ് കസ്റ്റമേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. എനാബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്രയോറിറ്റി ഇൻഡസ്ട്രീസിൽ എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ്മെൻറ്റ് ഉറപ്പുവരുത്തുക, വിച്ച് ആർ എസെൻഷ്യൽ ഫോർ ലേയിങ് ദി ഫൗണ്ടേഷൻ ഫോർ സ്പീഡി എക്കണോമിക് ഗ്രോത്ത് ഓഫ് ദി കൺട്രി. നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിക് ഗ്രോത്ത്, സ്പീഡി ആയിട്ടുള്ള എക്കണോമിക് ഗ്രോത്തിന് വേണ്ടി വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ആ പ്രയോറിറ്റി ഇൻഡസ്ട്രീസിൽ എന്ത് ചെയ്യുക, ഉണ്ടാവാൻ വേണ്ടി അതിന് സഹായിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ പ്രൈസ് കൺട്രോൾ ഏർപ്പെടുത്തുന്നു. ടു അവോയ്ഡ് മോണോപ്പൊളിസ്റ്റിക് എക്സ്പ്ലോയിറ്റേഷൻ, മോണോപ്പൊളിസ്റ്റിക് ആയിട്ടുള്ള ചൂഷണങ്ങൾ എന്ത് ചെയ്യുക, ഇല്ലാതാക്കാൻ വേണ്ടി. ബൈ എ ഫ്യൂ ഫേംസ് ബിലോങ് ടു സിംഗിൾ ഇൻഡസ്ട്രി, ഒരു ഇൻഡസ്ട്രിയിൽ ഒരു മോണോപ്പൊളിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻ എന്ത് ചെയ്യുക, ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൈസ് കൺട്രോൾ ഏർപ്പെടുത്തുന്നു. ടു എൻഷർ എ റീസണബിൾ ഡിഗ്രി ഓഫ് പ്രൈസ് സ്റ്റെബിലിറ്റി, നമുക്ക് ഒരു ഡിഗ്രി വരെ ഒരു പരിധി വരെ എന്തിന് കാരണമാവും, പ്രൈസ് സ്റ്റെബിലിറ്റി കാരണമാവും. ആ പ്രൈസ് സ്റ്റെബിലിറ്റി ഉണ്ടാക്കിയെടുക്കാനും നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പ്രൈസ് കൺട്രോൾ മെക്കാനിസം എന്ത് ചെയ്യുന്നു. Then in current scenario, private sector trade channels in India cannot be solely relied upon due to their malpractices and their general tendency to exploit the shortage period. അത് പ്രൈവറ്റ് സെക്ടർ ആകുമ്പോൾ അതെന്ത് ഇപ്പോഴും നമ്മുടെ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാക്കും. ഷോർട്ടേജുള്ള സമയത്ത് എക്സ്പ്ലോയിറ്റേഷൻ സാധ്യതയുണ്ട്. അഡൾട്രേഷൻ, ഹോർഡിങ്, കോർണറിങ്, പ്രോഫിറ്റിയറിങ്, ബ്ലാക്ക് മാർക്കറ്റിംഗ്, അതായത് മായം ചേർക്കൽ, പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത, കൊള്ള ലാഭം ഉണ്ടാക്കൽ, അങ്ങനെ അത് ആൻറ്റി സോഷ്യൽ ആൻഡ് അൺഎത്തിക്കൽ പ്രാക്ടീസസ് ഇതൊക്കെ ഉണ്ടായ സാധ്യതയുണ്ട്.
അതുകൊണ്ട് തന്നെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കൊണ്ടുവന്നു. പീപ്പിൾ ഹാസ് ടു സഫർ ലോട്ട്. അത്തരത്തിൽ മാൽ പ്രാക്ടീസ് കൊണ്ട് എന്ത് ചെയ്യുക, ഒരുപാട് ബുദ്ധിമുട്ട് ജനങ്ങൾക്കുണ്ടാവും. നമ്മുടെ റേഷനിങ് ഓഫ് ഫുഡ് ഗ്രെയിൻസ്, നമ്മുടെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡ് ആർട്ടിക്കിൾസ് ഒക്കെ റേഷനിങ് ചെയ്യുന്ന പരിപാടിക്കാണ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയാം. നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ള റേഷൻ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു, ഫുഡ് ഗ്രെയിൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയാണ്. ഇറ്റ് വാസ് ഇനീഷ്യേറ്റഡ് ഡ്യൂറിങ് ദി സെക്കൻഡ് വേൾഡ് വാർ പീരീഡ്. ഇതൊരു സെക്കൻഡ് വേൾഡ് വാർ പീരീഡിൽ ആരംഭിച്ചാണ്. ഇറ്റ് വാസ് ഇൻഹെറിറ്റഡ് ആഫ്റ്റർ ദി ഇൻഡിപെൻഡൻസ്. നമ്മൾ ഇത് ഇൻഡിപെൻഡൻസ് ശേഷം എന്ത് ചെയ്തു, അത് വീണ്ടും തുടർന്നു. ഇറ്റ് വാസ് അഗൈൻ ഇൻട്രൊഡ്യൂസ്ഡ് സ്റ്റാറ്റ്യൂട്ടറി ബേസിസ് ഇൻ 1954. The basic lawful frame for product control is provided by the Essential Commodities Act in 1955. എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പ്രൊഡക്റ്റ് കൺട്രോൾ എന്ത് ചെയ്യുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. The Essential Commodities Act 1955 was passed to ensure the easy availability of essential commodities to customers and to shield them from mistreatment by dishonest traders. ഡിസോണസ്റ്റ് ആയിട്ടുള്ള ട്രേഡേഴ്സിന് ആളുകൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ആക്ട് പ്രൊവൈഡ്സ് ഫോർ ദ റെഗുലേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, പ്രൈസിംഗ് ഓഫ് കമ്മോഡിറ്റീസ് which are declared as essential for maintaining increasing supplies, for securing their impartial distribution and availability at fair price. ഫെയർ പ്രൈസ് സാധനങ്ങൾ ഇൻപാർഷ്യലായിട്ട് ലഭ്യമാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. ഈ ആക്ട് അനുസരിച്ച് എന്ത് ചെയ്യുന്നു, വേരിയസ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വേരിയസ് മിനിസ്ട്രീസും ഡിപ്പാർട്ട്മെൻറ്റ്സും അതിന് ഡെലിഗേറ്റഡ് ആയിട്ടുള്ള പവേഴ്സ് ഉണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്യുന്നു, റെഗുലേറ്റിംഗ് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രൈസിങ് ആൻഡ് അതർ ആസ്പെക്ട്സ് ഓഫ് ട്രേഡിംഗ് ഇൻ റെസ്പെക്ട് ഓഫ് കമ്മോഡിറ്റീസ് ഡിക്ലെയർഡ് എസെൻഷ്യൽ. എസെൻഷ്യൽ എന്ന് ഡിക്ലെയർഡ് ഒക്കെ റെഗുലേറ്റ് ചെയ്യാനുള്ള ഓർഡറുകളൊക്കെ ആര് ഇറക്കുന്നു, സ്റ്റേറ്റുകളും ഇറക്കുന്നു. The commodities, government control over the production, supply and distribution of essential commodities. ഇതൊക്കെ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫുഡ് ഐറ്റംസ്, റോ മെറ്റീരിയൽസ് ഫോർ ഇൻഡസ്ട്രീസ്, പ്രൊഡക്ട്സ് ഓഫ് സെൻട്രലി കൺട്രോൾഡ് ഇൻഡസ്ട്രീസ്. ഇത്രയാണ് എന്ത് ചെയ്യുന്നത്, ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഐറ്റംസ്. സെൻട്രൽ ഗവൺമെൻറ് ഈസ് ഓതറൈസ്ഡ് ടു ഡിക്ലെയർ എനി കമ്മോഡിറ്റി ആസ് വിറ്റൽ കമ്മോഡിറ്റി ഫോർ ദി പർപ്പസ് ഓഫ് ദി ആക്ട്. ഗവൺമെൻറ് എന്ത് ചെയ്യാം, അത് വിറ്റൽ കമ്മോഡിറ്റി ഏതാണെന്ന് തീരുമാനിക്കാം. Government has now itemized over 60 commodities as essential commodities. In this act, essential commodity means any of the following: cattle fodder, coal including coal, component parts of automobiles, cotton and woolen textiles, drugs, foodstuffs including edible oils, iron and steel, paper and newsprint, petroleum products, raw cotton, raw jute. ഈ ഗുഡ്സൊക്കെയാണ് പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രൈസ് കൺട്രോൾഡ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നത്. ഇതെന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ കമ്മോഡിറ്റീസ് ഒരു അപ്രോപ്രിയേറ്റ് ടൈമിൽ റൈറ്റ് പേഴ്സൺ എന്ത് ചെയ്യുക, ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനും ഗവൺമെൻറ് എന്ത് ചെയ്യുക, പ്രൈസ് ഫിക്സ് ചെയ്യാനൊക്കെ ഇതുകൊണ്ട് സാധിക്കുന്നു. ഓക്കെ.